ഹലോ ഗൈസ്, ഗിഫ്റ്റീസ് ക്രോണിക്കിൾസിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലെ നൊവാസ്കോഷ്യ എന്ന പ്രോവിൻസിൽ സിഡ്നിയിലാണ്. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു. ദാറ്റ് ഇസ് ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ കേബ്രിട്ടൺ യൂണിവേഴ്സിറ്റിയിൽ 2 ഇയർ പോസ്റ്റ് ഡിഗ്രി ഓപ്ഷനായ പബ്ലിക് ഹെൽത്ത് എന്ന പ്രോഗ്രാം എടുത്തിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എങ്ങനെയായിരുന്നു എന്നും അതുമാത്രമല്ല എന്തൊക്കെ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് ഞാൻ ഗോ ത്രൂ ചെയ്തു എന്നതും കൂടി ഉള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാനഡ 2024 അപ്ഡേറ്റ്സും സ്റ്റുഡൻറ്റ് ലൈഫിനെ കുറിച്ച് വീഡിയോസ് അപ്പോൾ കിട്ടുന്നതിനായിട്ട് നമ്മുടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ എല്ലാവരെയും പോലെ തന്നെ മനസ്സിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. മാക്സിമം ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തു. പുറത്തേക്ക് കരയരുതെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്തു. പക്ഷെ അമ്മച്ചിക്ക് സ്തുതി കൊടുക്കാൻ നേരെ എൻ്റെ കൺട്രോൾ പോയി. കരയരുതെന്ന് തന്നെ വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷെ ആ ഒരു പോയിന്റിൽ എൻ്റെ മൈൻഡ് വിട്ടുപോയി. അങ്ങനെ എല്ലാവർക്കും യാത്രയൊക്കെ കൊടുത്ത് ഞങ്ങളൊരു 12:15 വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്നൊരു 15 മിനിറ്റാണ് ഞങ്ങൾക്ക് എയർപോർട്ടിലേക്കുള്ളൂ. അങ്ങനെ 12:30 ഞങ്ങൾ എയർപോർട്ടിലെത്തി. 4:30 എമിറേറ്റ്സ് ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 hours മുന്നേ ചെക്ക് ഇൻ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് അത്രയും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ എത്തി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കയറാനുള്ള ടൈമായി. ഞാനങ്ങനെ എൻ്റെ പെട്ടി പ്രമാണമൊക്കെ എടുത്തിട്ട് ഞാൻ പോയി. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. ബേസിക്കലി എനിക്കുണ്ടായിരുന്നു നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ സെക്യൂരിറ്റി ഓഫീസർക്ക് എന്ത് പേപ്പേഴ്സാണ് നമ്മൾ കാണിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ബേസിക്കലി കാണിക്കേണ്ടത് നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും മാത്രം കാണിച്ചാൽ മതി. ഇപ്പോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റ് ഔട്ട് ഉണ്ടെങ്കിൽ പ്രിൻ്റ് കാണിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലാണെങ്കിൽ അതാണെങ്കിലും കാണിച്ചാൽ മതി. അത് കഴിഞ്ഞ് അവർ വെരിഫിക്കേഷൻ നടത്തിയിട്ട് നമ്മൾ അകത്തോട്ട് വിടും. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബോർഡിംഗ് പാസ് എടുക്കുന്നിടത്തേക്കാണ്. നമ്മൾ നേരെ അവിടെ ചെല്ലുന്നു. അവിടെ കൗണ്ടേഴ്സ് ഉണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ഉണ്ടാവും. എന്ത് ഡൗട്ട് വേണ്ടെങ്കിലും അവരോട് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യാൻ പോകുന്നവർക്കാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കുന്നിടത്ത് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് നോക്കും. 3 പെട്ടിയുടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ 23, 23, 7 അതാണ് നമ്മുടെ ബാഗേജ് എന്ന് പറയുന്നത് കാനഡയ്ക്ക്. അപ്പോൾ അത് 3ൻ്റെയും വെയിറ്റ് നോക്കും. അങ്ങനെ വലിയ 2 പെട്ടികൾ അവരെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജിൽ കയറ്റാൻ വേണ്ടിയിട്ട് അവരെടുക്കും. ബാക്കി നമ്മുടെ 7 kg സ്യൂട്ട് കേസും പിന്നെ ലാപ്ടോപ്പ് ബാഗ് എടുക്കുന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ബാഗും ഇതാണ് നമ്മുടെ കയ്യിലുണ്ടാവുക. ഓക്കെ, പിന്നെ നിങ്ങൾ അവിടെ നിന്ന് മേക്ക് ഷുവർ ചെയ്യണം എവിടെ വെച്ച് ലഗേജ് കളക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അവിടെ നിന്ന് മേക്ക് ഷുവർ ചെയ്യണം. അവിടെ നിന്ന് നമ്മളെല്ലാം കഴിഞ്ഞ് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. നമ്മൾ നേരെ പോയത് ഇമിഗ്രേഷനിലേക്കായിരുന്നു. എൻ്റെ കൂടെ ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമിഗ്രേഷൻ വരെ എന്നെ അവർ കൊണ്ടുവന്നാക്കി. ഇമിഗ്രേഷനിൽ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സെയിം നമ്മുടെ ബോർഡിംഗ് പാസ് കാണിക്കുക, പാസ്പോർട്ട് കാണിക്കുക. എന്നോട് അവർ ആകെ ചോദിച്ചത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. നമ്മളതിന് ആൻസർ പറഞ്ഞു. നമ്മളെ കയറ്റി വിട്ടു. അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ബേസിക്കലി ആദ്യം തന്നെ അവിടെ ഒരു ട്രേ ഉണ്ടാവും. ആ ട്രേ എടുത്തിട്ട് നമ്മുടെ ബാഗിലുള്ള 2 ബാഗിലാണ് നമ്മുടെ ലാപ്ടോപ്പ് ബാഗിലും 7 kg സ്യൂട്ട് കേസിലും ഉള്ള എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസ് ആദ്യം നമ്മൾ പുറത്തോട്ട് വയ്ക്കണം. ഓക്കെ, അപ്പോൾ പെട്ടിയുടെ ഡീറ്റെയിൽസും എന്തൊക്കെ എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അടുത്ത് തന്നെ ഇടും. എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും ട്രെയിലേക്ക് എടുത്ത് വെക്കുക. നമ്മുടെ എല്ലാ സാധനവും നമ്മുടെ കയ്യിൽ ആകെ ബോർഡിംഗ് പാസ് മാത്രമാണ് ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ബാഗും എല്ലാം സ്യൂട്ട് കേസ് ഉൾപ്പെടെ നമ്മൾ ട്രെയിലോട്ട് വയ്ക്കുക. സ്യൂട്ട് കേസിൽ നിന്ന് ഇലക്ട്രോണിക് ഐറ്റംസ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഐറ്റംസ് മാത്രം എടുത്ത് പുറത്തോട്ട് വയ്ക്കുക. ബാക്കിയെല്ലാം പുറത്തോട്ടെന്ന് വെച്ചാൽ വേറൊരു ട്രേ എടുത്തിട്ട് അതിൽ കടത്തി വിടുക. പിന്നെ വേറൊരു ട്രേ എടുക്കുക, സ്യൂട്ട് കേസ് വെക്കുക, വേറൊരു ട്രേ എടുക്കുക, നമ്മുടെ ബാഗ് വെക്കുക. അത്രയേ ഉള്ളൂ. ലാപ്ടോപ്പും എല്ലാം എടുത്ത് പുറത്ത് വയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ബാഗേജ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മൾ ഗേറ്റിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ബോർഡിംഗ് പാസിൽ എഴുതിയിട്ടുണ്ടാവും ഏതാണ് ഗേറ്റ് എന്നുള്ളത്. പിന്നെ നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. എനിക്ക് അവിടെ എത്തിയപ്പോൾ 2 ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്റ്റുഡൻസ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എയർപോർട്ടിൽ എത്തുമ്പോൾ ഇങ്ങോട്ടേക്കാണ് ഒരുപാട് പേരെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനും ഏതിനും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് ഞാൻ ഫ്ലൈറ്റ് കയറി. ഏകദേശം 3.25 മണിക്കൂർ ട്രാവലായിരുന്നു നമുക്ക് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ഉണ്ടായിരുന്നത്. ഒരു സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ലാൻഡിങ്ങിനുള്ള ടൈമായിരുന്നു.
നമ്മൾ ലാൻഡ് ചെയ്തിട്ട് നേരെ പോയത് സെക്യൂരിറ്റി ചെക്കിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം നമുക്ക് കൊച്ചിയിലുണ്ടായിരുന്ന സെയിം പ്രൊസീജിയർ തന്നെയായിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. നമുക്കറിയാം ദുബായ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് എയർപോർട്ട്സ് ആണ്. കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, കുറേ കാണാനുണ്ട്. ഞാനും ഫ്രണ്ട്സും കൂടെ കുറേ കണ്ടു. പിന്നെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ KFC-യിൽ പോയി, നല്ല വിശപ്പുണ്ടായിരുന്നു. KFC-യിൽ പോയി ഒരു മീൽ ഓർഡർ ചെയ്തു. പിന്നെ നമുക്ക് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ചിട്ടിരുന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഞങ്ങളൊന്ന് മയങ്ങി. അത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ ഫ്ലൈറ്റ്സ് പോകുന്നതും താഴ്ന്നതൊക്കെ കണ്ട് അവിടെ നമുക്ക് ദുബായിൽ 19 hours ലേ ഓവർ ഉണ്ടായിരുന്നു. എനിക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് ടൊറൻറ്റോയിലേക്കുള്ളത് എയർ കാനഡ വരുന്നത് നെക്സ്റ്റ് ഡേ വെളുപ്പിന് 2 മണിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈം കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കണ്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറേ എക്സ്പ്ലോർ ചെയ്ത് നടന്ന ടൈം പെട്ടെന്ന് പോയി. അങ്ങനെ ഏകദേശം 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബോർഡിങ്ങിന് വിളിച്ചു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. എയർ കാനഡയുടെ സർവീസസ് എല്ലാവർക്കും അറിയാം, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ക്യാബിൻ ക്രൂവിൻ്റെ കാര്യത്തിലാണെങ്കിലും കസ്റ്റമർ സർവീസ് ആണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് ഏകദേശം ഒരു 14.5 മണിക്കൂറാണ് ദുബായിൽ നിന്ന് ടൊറൻറ്റോയിലേക്കുള്ളത്. ആ ഒരു ടൈമിൽ എന്താ പറയുക, നല്ല ടയേർഡാണ്. എനിക്കങ്ങനെ ഫ്ലൈറ്റിലൊന്നും ഇരുന്ന് അങ്ങനെ പെട്ടെന്ന് ഉറക്കമൊന്നും വരില്ല കേട്ടോ. കുറേ സിനിമകൾ കണ്ടു, പിന്നെ കുറേ ഗെയിം കളിച്ചു. നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ മോണിറ്റർ ഉണ്ടല്ലോ, അതിൽ കുറേ നേരം ഫ്ലൈറ്റിനെ ട്രാക്ക് ചെയ്തു. അവസാനം നമ്മളങ്ങനെ കാനഡയിലെത്തി. ലാൻഡിങ്ങിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും നല്ലപോലെ സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും അതുപോലെ തന്നെ ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ടൊറൻറ്റോയിലാണ് എനിക്ക് എൻ്റെ സ്റ്റഡി പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെയാണ് എൻ്റെ മെയിൻ ഇമിഗ്രേഷൻ വരുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് കുറേ പേര് പറഞ്ഞു ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് ഭയങ്കര ടഫാണ്, നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവർ ഓഫീസേഴ്സ് ഭയങ്കര ടഫാണ്, നമ്മളൊരു ആൻസർ പറഞ്ഞില്ലെങ്കിൽ അവർ നമ്മളെ ഡിപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല പോലെ ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ടൊറൻറ്റോയിലെ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് ഭയങ്കര സ്മൂത്തായിരുന്നു. ആരും ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഒരു ടെൻഷനും അടിക്കേണ്ട. ഓഫീസേഴ്സ് എല്ലാം ഭയങ്കര എന്താ പറയുക, ഒട്ടും ടഫല്ല, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യണം. അത് സിഡ്നിയിലേക്കായിരുന്നു. ടൊറൻറ്റോയിൽ നമുക്ക് ലേ ഓവർ വരുന്നത് നിയർലി ഒരു 12 hours ലേ ഓവർ ഉണ്ടായിരുന്നു. സ്റ്റഡി പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്കായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. കൊച്ചിയിലും ദുബായിലും ഉണ്ടായിരുന്ന സെയിം പ്രൊസീജിയർ തന്നെ. നമ്മളൊരു ട്രേ എടുക്കുന്നു, നമ്മുടെ സാധനങ്ങളെല്ലാം ഇലക്ട്രോണിക് ഐറ്റംസും ബാഗും എല്ലാം അതിൽ വെക്കുന്നു. ചെക്കിങ് കഴിയുമ്പോൾ തിരിച്ചു വരും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗേറ്റിലോട്ട് പോയി. എൻ്റെ ബോർഡിംഗ് പാസിൽ ഗേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചു. അവർ പോയി ക്ലിയർ ചെയ്ത് തന്നു എനിക്ക്. എൻ്റെ ഗേറ്റ് D31 ആയിരുന്നു. ഞാൻ പിന്നെ അത് കണ്ടുപിടിച്ച് അവിടെ പോയി ഇരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ടൈം കളഞ്ഞു. ലാസ്റ്റ് ബോർഡിങ്ങിനെ വിളിച്ചു, ഫ്ലൈറ്റിൽ കയറി. 2.5 മണിക്കൂർ ട്രാവലായിരുന്നു നമുക്ക് ടൊറൻറ്റോന്ന് സിഡ്നിയിലേക്ക്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ സിഡ്നിയിൽ എത്തി. അങ്ങനെ 3 ദിവസത്തെ നീണ്ട ട്രാവലിന് ശേഷം ഞാനിവിടെ റൂമിലെത്തി. വന്നു, ഫ്രഷപ്പായി, ഫുഡ് കഴിച്ചു. ഇനി ഒന്ന് കിടന്നുറങ്ങണം. അപ്രോക്സിമേറ്റ്ലി ഒരു 2:30 ഒക്കെ ആയപ്പോഴാണ് ഞാനിവിടെ റൂമിലെത്തിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വീഡിയോസ് അപ്പോൾ കിട്ടുന്നതിനായിട്ട് ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ.